ഞെട്ടിക്കുന്ന കുറച്ച് അപ്ഡേറ്റുകളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് എനിക്ക് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ വേണ്ട കുറച്ച് അപ്ഡേറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇപ്പോൾ ഏകദേശം കുറച്ച് മാസത്തോളമായി നമുക്ക് അപ്ഡേറ്റ് ഒന്നുമില്ല. ആദ്യമൊക്കെ ഉണ്ടല്ലോ പടപട അപ്ഡേറ്റ് വന്നിട്ട് ഇപ്പോൾ അപ്ഡേറ്റ് കാണുന്നില്ല. അപ്പോൾ വലിയ എന്തോ ഒരു പ്ലാനിങ്ങിലാണ് അവർ. അപ്പോൾ നമുക്കറിയാൻ പറ്റിയ ആ ഒരു ചില അപ്ഡേറ്റുകളാണെന്ന് നമുക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് മലിയോനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരുടെ വീഡിയോ ഇട്ട ഒരുപാട് യൂട്യൂബിൽ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ആ ഒരു അറിവിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. വരാൻ സാധ്യതയുള്ള അപ്ഡേറ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ ആദ്യത്തെ ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു അപ്ഡേറ്റാണ്. അതായത് നമ്മുടെ ഒരു ബസ് വരാൻ പോവുകയാണ്. പണ്ട് നമ്മൾ പറഞ്ഞിരുന്നു ഒരു അപ്ഡേറ്റിൽ നമുക്ക് കുറേ ബസ്സുകൾ വരുന്നുള്ളൂ. പക്ഷേ കുറേ ബസ്സുകൾ നല്ല ഒരു ഒറ്റ ബസ്സേ വരുള്ളൂ. ആ ഒരു ബസ് നമ്മുടെ ജെറ്റ് ബസ്സിൻ്റെ ഒരു രണ്ടാം ഭാഗം, ഒരു 2.0 വെർഷൻ പോലെ. അതായത് നമ്മുടെ ഒരു ജെറ്റ് ബസ് കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്ത് കുറച്ച് വലിപ്പമൊക്കെ കൂട്ടി കുറച്ച് പവറൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ജെറ്റ് ബസ്സിന് പകരക്കാരനെ പോലെ വരുന്നൊരു വണ്ടിയും കൂടിയാണിത്. അത്യാവശ്യം അടിപൊളി ഒരു വണ്ടിയാണിത്. അപ്പോൾ ഉടനെ ആ ഒരു വണ്ടി വരുന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജെറ്റ് ബസ് ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജെറ്റ് ബസ് ചിലപ്പോൾ ഔട്ടായി എന്നൊക്കെ വരും. എന്നിട്ട് നമ്മൾ ആ ഒരു വണ്ടീനെ ഓടിക്കാനായിട്ട് തുടങ്ങും. അത്യാവശ്യം നല്ലൊരു വണ്ടിയാണെന്നുള്ളതാണ് നമുക്ക് കേൾക്കാൻ പറ്റിയത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, നമ്മൾ ഇപ്പോൾ ഒരു പുതിയ ബസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പഴയ ജെറ്റ് ബസ്സിനെ ഉപേക്ഷിക്കുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു അപ്ഡേറ്റ് ആണ് നമ്മളിപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മാപ്പിൽ, അതായത് നമ്മുടെ ബസ്സിൻ്റെ മാപ്പിൽ ഒരുപാട് സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്നും ലൊക്കേഷൻ ഇല്ല, അതായത് മാപ്പ് ഓടിക്കാൻ പറ്റാതെ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളൊക്കെ ഫില്ലാക്കിയിട്ട് പുതിയ പുതിയ മാപ്പുകൾ വരും. അതുണ്ടല്ലോ നമ്മൾ ഫുള്ള് ഹൈ റേഞ്ച് ആയിരിക്കും. ഹൈ റേഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് ചുരം ഉണ്ടാവും, മല ഉണ്ടാവും. അങ്ങനെ നമുക്ക് സിറ്റി ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ചുരം, മല, അങ്ങനെ നമുക്ക് ഓടിക്കാൻ സുഖമുള്ള സ്ഥലങ്ങളൊക്കെ എന്നാണ് കേട്ടത്. അപ്പോൾ ഹൈ റേഞ്ച് ആയിരിക്കും ഫുള്ള് വരുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലങ്ങൾ പുതിയ പുതിയ മാപ്പുകളൊക്കെ വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നന്നാവട്ടെ. അതുപോലെ തന്നെ അടുത്തത് വരാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയിൽ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് തിരിയായിരിക്കുമല്ലോ, വണ്ടിയിലെ സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് തിരിയായിരിക്കുമല്ലോ. അപ്പോൾ അതിലൊരു കയ്യിൻ്റെ ഒരു സപ്പോർട്ടൊക്കെ ആയിട്ട്, അതായത് നമ്മുടെ കയ്യിലിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് തിരിക്കണ പോലെ ആ ഒരു എഫക്റ്റൊക്കെ കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ ഉണ്ടല്ലോ അത് എല്ലാവരോടായിട്ട് പറയാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനത്തെ കുറേ എഫക്റ്റുകൾ, അപ്പോൾ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ കാര്യം മാത്രമല്ല, വേറെ കുറേ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരു മാസം കൂടി കഴിഞ്ഞിട്ടാവും എന്തായാലും അപ്ഡേറ്റ് ഒക്കെ വരിക. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഉണ്ടല്ലോ വരാൻ പോകുന്ന ഒരു അടിപൊളി ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാൽനട യാത്രക്കാർ, അതായത് ഉണ്ടല്ലോ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ സൈഡിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ കാണും, അവർ നടന്നു പോകുന്നത്. അതുപോലെ സിറ്റികളിലൊക്കെ ആണെങ്കിൽ അത് ബ്ലോക്ക് ആവും, അത് ഭയങ്കര തിരക്കാവും. സിറ്റികളിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ കൂടും. അതുപോലെ ചെറിയ ചെറിയ റോഡിലൊക്കെ ആണെങ്കിൽ ആൾ കുറയും. ഇപ്പോൾ ഒരു സ്ഥലത്തിനനുസരിച്ചാവും നമ്മുടെ ആൾക്കാരുടെ എണ്ണം വരുന്നത്. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോ എൻഡ് ഡിവൈസിലൊക്കെ ഇത് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ഇതൊരു ഓഫാക്കി ഓണാക്കുക, അങ്ങനെ ഒരു രീതിയിൽ, അതായത് നമുക്ക് ആവശ്യമുള്ളവർക്ക് മാത്രം ഇത് ഓണാക്കി ഉപയോഗിക്കുക. അല്ലാതെ ലോ എൻഡ് ഡിവൈസുകാർക്കൊക്കെ ഇത് ഓഫാക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് അടിപൊളി ഫീച്ചറായിരിക്കും. കാരണം ഉണ്ടല്ലോ ഇത് നമുക്ക് ഡ്രൈവിങ്ങിന് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. പിന്നെ കുറച്ച് റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു അപ്ഡേറ്റും കൂടിയാണിത്. അപ്പോൾ ഈ ഒരു 4 അപ്ഡേറ്റാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക്